അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് നമ്മുടെ മാതൃഭാഷയിൽ എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുണ്ടോ? കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതായ കാര്യങ്ങൾ കടലാസിലേക്ക് പകർത്താൻ അവർ പ്രയാസപ്പെടുന്നുണ്ടോ? ഏതൊരു ഭാഷയുടെയും അടിസ്ഥാന ശില എന്ന് പറയുന്നത് അതിൻ്റെ അക്ഷരങ്ങൾ തന്നെയാണ്. ഇത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ആ ഭാഷ തന്നെ കുട്ടിക്ക് അന്യമായി മാറും. ഇന്ന് ഇതാണ് മിക്ക കുട്ടികളും അനുഭവിക്കുന്ന കഷ്ടപ്പാട്. ഇതിന് പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ഐഷ, ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. നമ്മുടെ ഈ ചാനലിൻ്റെ പേര് പാഠശാല എന്നാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളോടൊപ്പം ഇരുന്ന് അവർക്ക് സപ്പോർട്ട് നൽകി അവരെ ഒരു ആത്മവിശ്വാസത്തോടുകൂടിയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ നിങ്ങൾ അനുവദിക്കണം. കാരണം അവർക്ക് അക്ഷരം അറിയില്ല എന്നുള്ളതാണ് അവരുടെ ഡിഫക്റ്റ്. നമുക്കത് മാറ്റിയെടുക്കാം. നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. അക്ഷരങ്ങളെ പ്രധാനമായും സ്വരങ്ങളെന്നും വ്യഞ്ജനങ്ങളെന്നും പറയും. സ്വന്തമായി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ സ്വരങ്ങൾ എന്ന് പറയുന്നു. നമുക്ക് സ്വരങ്ങൾ തൊട്ട് തുടങ്ങാം. ശ്രദ്ധിച്ചിരിക്കും. സ്വരങ്ങൾ ആ എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ആ, ഇ, ഈ, ഉ, ഊ, എ, ആ, ഇ, ഉ, ഊ, എ. Once again, ആ, ഇ, ഉ, ഊ, എ. ബാക്കിയുള്ള അക്ഷരങ്ങൾ നമുക്ക് നോക്കാം. ഐ. ഈ ചെറിയ പുള്ളി ഇട്ടിട്ട് എ എഴുതിയാൽ ഐ എന്ന് വായിക്കും. ഐ, ഓ, ഔ, അ. 15 അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങളാണ് മലയാളത്തിൽ ഉള്ളത്. ഐ, ഓ, ഔ, അ. ഒരിക്കൽ കൂടി ഐ, ഓ, ഔ, അ. ഇത്രയും സ്വരങ്ങൾ ചേർന്ന വാക്കുകളൊക്കെ 1ാം ക്ലാസ്സിലൊക്കെ പഠിച്ചു കാണും എന്ന് വിശ്വസിക്കട്ടെ. അത് ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. 15 സ്വരങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ, ഇ, ഉ, എ, ഐ, ഓ, ഔ, അ. ഇനി വ്യഞ്ജനങ്ങൾ. വ്യഞ്ജനങ്ങൾ വ്യഞ്ജനങ്ങൾ സ്വരത്തിൻ്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെയാണ് വ്യഞ്ജനങ്ങളെന്ന് പറയുന്നത്. ആദ്യം നമുക്ക് നോക്കാം. ക. എല്ലാവർക്കും ഫെമിലിയർ ആ ക. ക, ഇ, ഖ, ഗ, ഘ, ങ. ഇത്രയും 5 അക്ഷരങ്ങളാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ക, ഇ, ഖ, ഗ, ഘ, ങ. ക, ഖ ഇരട്ടിച്ച് ഉച്ചരിക്കുക. ഗ, ഘ, ങ. ക, ഇ, ഖ, ഗ, ഘ, ങ. ഇതിൻ്റെ പദങ്ങൾ നമുക്ക് നോക്കാം. ക. എല്ലാവർക്കും ഫെമിലിയർ ആണ്. കല, കട, കടല. കല, കട, കടൽ. ചെറുതായിട്ട് ഉച്ചരിക്കുന്നതാണ്. കല, കല,
കട കട കടല കടല. ഇനി ഖ നോക്കിയേ, ഖ. ഇതെല്ലാവർക്കും തെറ്റിപ്പോന്നാണ്. ഇത് സംസ്കൃത അക്ഷരം തന്നെയാണ്. മലയാളം എന്ന ഭാഷ ആര്യ ദ്രാവിഡ ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചത്. അതായത് തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും മകളാണ് മലയാളം. അപ്പോൾ ഈ കഠിനമായി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളൊക്കെ സംസ്കൃതത്തിൽ നിന്ന് വന്നാണ്. അതിനകത്ത് കൂടുതൽ വാക്കുകളില്ല, ഏതെങ്കിലും പദങ്ങളിൽ ഇടയ്ക്കെങ്കിലും വന്നുള്ളൂ. ഇനി നമുക്ക് നോക്കാം. ഖ ഖ നഖം. നഖം വേറെ വിരലുണ്ട്. നഖം. മുഖം. മുഖം മുഖം. ഖഗം. ഖഗം എന്ന് വെച്ചാൽ നഖം. നഖം എല്ലാവർക്കും അറിയാം, മുഖവും അറിയാം. ഖഗം എന്ന് വെച്ചാൽ പക്ഷി. ഖഗം മീൻസ് പക്ഷി. നഖം, മുഖം, ഖഗം. നഖം നഖം, മുഖം മുഖം എന്ന് കുട്ടികൾ പറയുന്നില്ല, അത് ഉച്ചാരണം ശരിയല്ല. നഖം, മുഖം, ഖഗം. നഖം, മുഖം, ഖഗം. ഇപ്പൊ ക ഇഖ. ഇനി ഗ നോക്കാം. ഗ ഗണിതം. എല്ലാവരും പഠിക്കുന്നതാണ്. ഗണിതം. ഗാനം, ഗീത. ഗണിതം, ഗാനം, ഗീത. ക ഇഖ ഗ വരെയായി നമ്മൾ ഗണിതം എല്ലാവരല്ലോ. കണക്ക്, ഗാനം, പാട്ട്, ഗീത. ഒരു പെണ്ണിൻ്റെ പേരും ആവാം. മഹാഭാരതത്തിലെ ഒരു അധ്യായത്തിൻ്റെ പേരാണ് ഗീത, ഭഗവത്ഗീത. നിഘ. ഇതാണ് ആൾക്ക് വലിയ ഫെമിലിയർ അല്ലാത്ത ഘ. ഘടികാരം. ഘ ഘടി കാരം. ഘടികാരം എന്ന് വെച്ചാൽ വാച്ച്, ക്ലോക്ക് എന്നൊക്കെ അർത്ഥമുണ്ട്. ഘടികാരം. ഘടികാരമല്ല, ഘടികാരം. രഘു. രഘു. ഖനം. കൊച്ചുകുട്ടികൾക്കൊക്കെ വലിയ ഖനമുള്ള സാധനങ്ങൾ എടുക്കാൻ പറ്റുന്നത്. ഖനം എന്ന് വെച്ചാൽ ഭാരമുള്ള വസ്തുക്കളാണ് ഖന. പിന്നെ വെള്ളത്തിൻ്റെ ഒരു ഖനയടി വെള്ളം എന്ന് നിങ്ങൾ വാർത്തയിലൊക്കെ കേട്ട് കാണും. അത് ആ ഖനം, ആ വെള്ളത്തിൻ്റെ അളവാണ്. ഒരു ഖനയടി വെള്ളം, ഖനം. ഘടികാര. ഘടികാരമല്ല, ഖടികാരം. ഘടികാരം. രഘു. ഖനം. ഒന്നുകൂടെ പറയാം. രാഘവൻ. രാഘവോ എന്നാരും പറഞ്ഞത്. രാഘവൻ. രാഘവൻ. ഘടികാരം. ഘടികാരമല്ല, ഘടികാരം. രഘു, ഖനം, രാഘവൻ. നിങ്ങ. ങ എന്ന അക്ഷരത്തിൽ വരുന്ന പദങ്ങളില്ല. ങ ഇടയ്ക്കേ വരത്തുള്ളൂ. കായിക്ക ഗായിക്ക. ങ നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കാം. ക ഇഖ ഗ ഇഖ ങ. ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ ഈ അഞ്ചക്ഷരം. ഇത് കവർഗത്തിലെ 5 അക്ഷരങ്ങളാണ്. കവർഗം. കവർഗത്തിൽ എത്ര അക്ഷരമുണ്ട്? 5 അക്ഷരങ്ങളുണ്ട്. ക ഇഖ ഗ ഇഖ ങ. ഒന്നുകൂടി പറയാം. ക ഇഖ ഗ ഇഖ ങ. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. ക ഇഖ ഗ ഇഖ ങ. ഒന്നുകൂടെ പറയാം. ക ഇഖ ഗ ഇഖ ങ. പാട്ട് പോലെ നമുക്ക് നോക്കാം. ക ഇഖ ഗ ഇഖ ങ. ക ഇഖ ഗ ഇഖ ങ. ഇതാണ് കവർഗത്തിലെ 5 അക്ഷരങ്ങൾ. നമുക്ക് ഇപ്പം സ്വരങ്ങൾ 15 എടുത്തു. വ്യഞ്ജനങ്ങളിലെ 5 അക്ഷരങ്ങൾ നമ്മൾ എടുത്തു. കവർഗത്തിലെ ക ഇഖ ഗ ഇഖ ങ.
ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നമ്മുടെ കൂട്ടുകാർക്ക് അറിയാമേത്ത കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. നമുക്കിന്ന് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.